അതിൻ്റെ ലൊക്കേഷനാണ് ഹൈലൈറ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്ന ലൊക്കേഷനാണ് ഇതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഹൈലൈറ്റ്. തിരുവനന്തപുരം BTP നഗറിനടുത്ത് ഇളിപ്പോട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലിയോള പോകുന്ന റോഡിലെ കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴിയെ ഏകദേശം ഒരു 150 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. വലിയ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ടോട്ടലായിട്ട് 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. നമുക്ക് ഇളിപ്പോട് എന്ന വലിയോളം പോകുന്ന വഴിക്ക് EK നയനാർ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം. അതിന് ഓപ്പോസിറ്റ് കാണുന്ന വഴി നമുക്ക് അകത്തേക്ക് 150 മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റമാണ്. നമുക്കിവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് മുറ്റം നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിങ്ങിൽ ഒരു വലിയ വണ്ടി വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം. നമുക്കിതാ ഈ സ്പേസും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2 വശങ്ങളിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റും ഈ സൈഡിൽ ഒരു ചെറിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെ പണി വരുമ്പോഴത്തേക്കും ഇതൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് പ്ലാവിൻ തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ കട്ടളയായാലും പാളികളായാലും വാതിലായാലും എല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത് വയർ കട്ട് ബ്രിക്സ് ആണ്. ഇഷ്ടികയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻവശത്തെ വാതിൽ നോക്കിയേ, ഇതെല്ലാം അതൊരു കട്ടളയും വാതിലും എല്ലാം പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ഈ ഒരു ലാറ്ററൈറ്റിൻ്റെ ഡിസൈൻ വരുന്ന ടൈൽസാണ് നമുക്ക് ഒട്ടിച്ചിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ ചുമരിൽ ഈ രീതിയിൽ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതായത് TV ആയിട്ട് ബന്ധപ്പെട്ട അക്സറീസ് എല്ലാം അതിനകത്തേക്ക് വെക്കാൻ സാധിക്കും. സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലുള്ള കവേർഡ് ആയിട്ടുള്ള സ്പേസാണ്. അതിനകത്ത് തന്നെ നമുക്ക് ഈ രീതിയിൽ തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോർമലി എന്തെങ്കിലും സാധനം തറയിലല്ല വെക്കുന്ന രീതിയിൽ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ ഇതിനകത്തേക്ക് കയറ്റി വെക്കാവുന്ന രീതിയിൽ അതിനകത്തേക്ക് തട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയും കിച്ചണിലേക്കുമാണ്. ഡൈനിങ് സ്പേസ് ഈ ഒരു ഏരിയയിൽ വരും. അതിനോട് കണക്റ്റ് ആയിട്ട് ഓപ്പൺ ടൈപ്പാണ് കിച്ചൺ. നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയും കിച്ചണിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാതിലെല്ലാം ഇതിൻ്റെ പണികളെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ് കേട്ടോ. നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ ഈ രീതിയിൽ കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഗ്ലാസ്സിലും മറൈൻ പ്ലൈവുഡിലുമാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവേർഡ് സ്പേസ് കിട്ടും. ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ്. നമുക്ക് ഈ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സാധാരണ ഇപ്പോഴത്തെ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള അലങ്കാര പണികൾ മെയിനായിട്ട് സീലിങ്ങിലുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിതിൽ കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവർക്ക് പെട്ടെന്ന് വാങ്ങാവുന്ന രീതിയിലുള്ള ആ ഒരു വിലയ്ക്കുള്ള വീടായിട്ടാണ് നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇനി ആ ഒരു സീലിംഗ് വർക്ക് കൂടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 5 to 6 lakhs അതിന് മേളിൽ വീണ്ടും പ്രൈസ് കൂടുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മെയിനായിട്ട് ഒരു യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ സാധാരണ നമ്മുടെ താവൂക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം വയർ കട്ട് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയർ കട്ട് ബ്രിക്സ് നമുക്ക് ചെയ്യുമ്പോഴും സാധാരണ താവൂക്ക് ചെയ്യുന്നതിനെക്കാട്ടും വീണ്ടും ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ നമുക്ക് മാറി നിൽക്കുന്നുണ്ടാവും. വീട്ടിനകത്ത് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തണുപ്പ് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ, നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു സ്പേസിൽ വീണ്ടും നമുക്കൊരു സ്ലാബൊക്കെ കൊടുത്ത് അവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ആ ഒരു ഔട്ടറിലേക്ക് ഇറങ്ങാൻ സാധിക്കും. നമുക്ക് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മേളത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. താഴത്തെ നിലയിലെ റൂമാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമുക്കിതാ ഈ ഒരു സ്പേസിൽ നമുക്കിവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലാബിൻ്റെ മേളിലേക്കും ഇതിന് ഇപ്പുറത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്.
എല്ലാം തന്നെ നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റേഴ്സിലേക്കുള്ള റെയിലിംഗ് ഉണ്ടോ, ഇത് ഫുള്ളായിട്ട് പൈപ്പിലാണ്, അതായത് GI പൈപ്പിലാണ് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു റെയിലിംഗ് വരുന്നത്, അതായത് താഴെ GI പൈപ്പും ഇത് വന്നിട്ട് തടിയിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു TV യൂണിറ്റ് വല്ലതും സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിന് പറ്റുന്ന രീതിയിൽ പ്ലഗ് പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് മേളത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. നമുക്ക് പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഓപ്പൺ ടെറസ് ആക്സസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൈപ്പിൻ്റെ ഇന്ന് ഔട്ട് പ്ലഗ് പോയിൻ്റ് അതെല്ലാം ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൺഷെയ്ഡിൻ്റെ അടിയിലായിട്ട് ആ ഒരു വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് റൂഫ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിരിക്കും. ഇവിടെ നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഒരു റൂമുകളിൽ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് കബോർഡ് വാങ്ങി വെച്ചാൽ മതിയാവും. ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. ചെറിയൊരു ബാൽക്കണി ഒന്നും അല്ല കേട്ടോ, നല്ല വലിയൊരു സ്പേസ് ആണ്. ഇവിടെ ഓൾറെഡി നമുക്കൊരു ഫാനൊക്കെ തൂക്കാനും അല്ലെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ തൂക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെയും നമുക്ക് ചുമരിൽ ഫുള്ളായിട്ട് ഇതുപോലുള്ള ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാറ്ററൈറ്റ് ഒട്ടിച്ചൊരു ഫീലാണ് കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ടൈൽ ഒട്ടിച്ചിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. അപ്പോൾ ടോട്ടലായിട്ട് 3 സെൻറ്റിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. നല്ല മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇഷ്ടികയിലും പ്ലാവിൻ തടിയിലുമാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള തടിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാതിലുകളും ഈ ജനൽ പാളികളും എല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലൊക്കേഷൻ കൂടെയാണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇളിപ്പോട് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ്. വലിയുള്ള ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 300 മീറ്ററൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമുക്ക് PTP നഗറിൻ്റെ ശരിക്കും ഒരു ഔട്ടർ ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 69 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ടോട്ടലായിട്ട് 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വീട്. അതിൻ്റെ ലൊക്കേഷനാണ് ഹൈലൈറ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്ന ലൊക്കേഷനാണ് ഇതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഹൈലൈറ്റ്. നമുക്ക് ഇവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പോകാം. പെട്ടെന്ന് തന്നെ PTP നഗറിനകത്തൂടെ കയറി നമുക്ക് വട്ടിയൂർക്കാവ് ഇറങ്ങാം, ഈസി ആയിട്ട് പേട് പോകാം, തിരുമല പോകാം. വലിയുള്ള ജംഗ്ഷനിൽ പോയി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരുമലയായി. അങ്ങനെ എല്ലാ ലൊക്കേഷനിലേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. മിസ്സാക്കല്ലേ, വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ. തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ പുതുതായിട്ടൊക്കെ വരുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. വേഗം തന്നെ വിളിച്ച് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്.